vibrant actor who has always mesmerized us with this special thing: natural performance on screen. So who is that? With a big round of applause, നമ്മുടെ Gen Z sensation ആയി മാറിക്കൊണ്ടിരിക്കുന്ന Miss Matthew Thomas. So hi Matthew, how was your hall experience with this movie? And നമ്മൾ എല്ലാവരും look forward ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്, especially when you are in it. അല്ലെ, Gen Z kids ഒക്കെ eagerly look forward ചെയ്യുന്ന ഒരു ഫിലിമായിരിക്കും. So what do you have to say about it? Thank you so much. ഭയങ്കര അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. എനിക്ക് ധനുഷ് സാർ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഓർത്ത് സാറ് ആക്ട് ചെയ്യുന്ന പടത്തിലൊക്കെ അങ്ങനെ എന്തോ ഇതായിട്ടാണ് വിളിച്ചതെന്ന് വിചാരിച്ചത്. പക്ഷെ സാറ് ഡയറക്റ്റ് ചെയ്ത് സാർ തന്നെ എഴുതിയ പടം. അപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാറ് നമുക്ക് അഭിനയിച്ച് കാണിച്ചത്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. എന്നിട്ട് നമ്മളത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. സാർ നമുക്ക് സമയം തരും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഭയങ്കര ജോളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇപ്പം ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. 21 ഫെബ്രുവരി പടം വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി റൊമാൻസ് ഇപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതും ഈക്വലി അത്രയും ഫണ്ണും ഭയങ്കര രസമായിരുന്നു ഷൂട്ടും പ്രോസസ്സും എല്ലാം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. Thank you so much, Matthew. So നമ്മുടെ ഫണ്ണി ഇൻസിഡന്റ് ഓർ ദ മോസ്റ്റ് മെമ്മറബിൾ തിങ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഓർമ്മയുണ്ടോ? ഓർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് ടുഗദർ ഓൾസോ, ദാറ്റ്സ് ഫൈൻ. ഇല്ല, എല്ലാം ഭയങ്കര രസമായിരുന്നു. ചിലതും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇല്ല. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഷൂട്ട് ഡേയ്സ് കുറവായിരുന്നു. ഒരു 40 മൊത്തം ഷൂട്ട് ഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇച്ചിരി സമയമെടുത്ത ഷൂട്ട് ചെയ്ത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. പക്ഷെ ഭയങ്കര രസം. നമ്മള് ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോ എവിടെയെങ്കിലും പുറത്തു പോകും. എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് പോകും. ഭയങ്കര അടിപൊളിയായിരുന്നു. Thank you so much, Matthew. Yeah. Let's welcome Venkatesh Menon onto the stage. So hi Venkatesh. Yes. So over to you. എങ്ങനെയുണ്ടായിരുന്നു ധനുഷ് സാറിന്റെ ആസ് എ എന്താ പറയുക ആക്ടർ? ഇത്രയും വർഷങ്ങൾ നമ്മൾ അദ്ദേഹത്തെ അഡോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു ഡിറക്ടറായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ വാട്ട് വാസ് ദാറ്റ് ബിഗ് ചേഞ്ച് യു ഫെൽറ്റ്? ആൻഡ് ഒബ്വിയസ്ലി ഹൗ ഡിഡ് യു ഫെൽറ്റ് വിത്ത് ദിസ് ഹോൾ, ദിസ് ഫാമിലി, ഈ ഒരു ഫിലിമിന്റെ ഫാമിലി? യെസ്, ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഡെപ്ത് ഇൻറ്റൻസിറ്റി ഏതാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഇവിടെ ലേറ്റ് ആയിട്ടുള്ളതിന് പ്രസ് ആൻഡ് മീഡിയ നന്ദി ഇവിടെ വന്നതിന്. എൻ്റെ പേര് വെങ്കടേഷ്. ഞാൻ ഫസ്റ്റ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഒരു 4 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ആക്ടറായിട്ട് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം സാർ എന്നെ എപ്പോഴും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്യാറ് എപ്പോഴും. ആൻഡ് ഷോക്കായിരുന്നു. ആൻഡ് ധനുഷ് സാറിന് വലിയൊരു താങ്ക്സ് പറയണ്ടേ. കാരണം ഞാൻ 13ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ചൈൽഡ് ആക്ടറായിട്ട് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. നെർവസ് ആയിരുന്നു. പിന്നെ പോകെ നമ്മുടെ കാസ്റ്റ് അവരൊക്കെ എന്നെ കംഫർട്ടബിൾ ആക്കി. മെയിൻലി മാത്യു, പവിഷ്, രമ്യ, അനിക, റാബിയ, പ്രിയ, സിദ്ധാർത്ഥ്. സോ അവർക്ക് എല്ലാവർക്കും നന്ദി പറയണം. താങ്ക് യു സോ മച്ച്. 21 ഞങ്ങളുടെ പടം റിലീസാവുന്നുണ്ട്. എല്ലാവരും തമിഴ് പടങ്ങൾ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കാണാൻ അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച്. Thanks a lot, Venkatesh. Thank you so much. Over here, namni welcome ചെയ്യാൻ പോകുന്നത് is actually a new face, അല്ലേ? ഒരു fresh face ആണ്, but with lot of immense talent. With a bigger thunderous round of applause, let's welcome Rabia Khatun onto the stage. So over to you. How was this whole film experience? I think കുറച്ച് പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവാം, കുറച്ച് ലേണിംഗ് ഉണ്ടായിട്ടുണ്ടാവും. സോ വാട്ട് വാസ് യുവർ ബെസ്റ്റ് ലേണിംഗ് ഔട്ട് ഓഫ് ദിസ് ഹോൾ ഫിലിം ഷൂട്ട്? എല്ലാവർക്കും നമസ്കാരം. മലയാളം അറിയില്ല. First of all, again, so sorry, we apologize for coming late. First of all, to work in a film under Dhanush sir, who's so established, to debut in his film is such a blessing.
I have to thank him for that. And then the experience was amazing because of the cast especially and the crew. G.V. Prakash sir is the music and other technicians. Even our costumes were done in a way. Everything was very interesting. My character was also very interesting. So when I got this role, I was really excited because it's my first film. Very, very special for me to debut in a film like this. Is a dream for someone like me. So I'm really thankful for that. I would take back a lot of advices that Dhanush sir has given us, and I really hope you guys we all love Malayalam films so much. I hope you guys love and receive our film also the same way. Thank you. Thank you so much. Thanks a lot. Yes. So how was your whole experience working with this wonderful movie? I think it will be a lot of learning and absolutely having friends. എല്ലാം നിങ്ങളുടെ സെയിം ഏജിലുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് ക്യാൻ വി എക്സ്പെക്ട്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമ്യ രംഗനാഥൻ. എനിക്ക് കൊച്ചിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഐ എം സോ സോറി, എൻ്റെ മലയാളം കുറച്ച് മോശമാണ്. സോ ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ തമിഴ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. எனக்கு இந்த படம் பண்ணுறது ரொம்ப ரொம்ப சந்தோஷமாக இருந்தது. அண்ட் ஐ ஹாவ் மை பியூட்டிஃபுல் காஸ்ட் வித் மீ. அண்ட் செட்டில் வந்துட்டு இது மலையாளம் ஃபிலிமா தமிழ் ஃபிலிமானே தெரியாது, ஏன்னா பாதி காஸ்ட் வந்து மலையாளிஸ். So it was amazing working in this film, directed by Dhanush sir. So as you mentioned, I'm a dancer, and sir spotted me after watching my dance, and he wanted to meet me, and I was very nervous, but with the confidence that he gave me, அவர் கொடுத்த கான்ஃபிடென்ஸில் தான் வந்துட்டு இந்த படம் ஃபுல்லாக பண்ணி முடித்தோம். அண்ட் இவங்க எல்லாருக்கூடையும் ஒர்க் பண்ணதில் ரொம்ப ரொம்ப சந்தோஷம். அண்ட் இவங்களோட ஐநோ மேத்யூ, வெங்கி, அனிகா, பிரியா எல்லாருமே கேரளாவிலேருந்து அண்ட் இங்கே வந்து இங்கே உங்கள் எல்லாரோடையும் அவங்களோட ஊரில் இருக்கிறது பேசுறது எனக்கு ரொம்ப ரொம்ப சந்தோஷமாக இருக்குது. அண்ட் Dhanush sir, we all know he is extremely talented, and debuting in his film directed by him is such a big honor. And Nilavukku Enmel Ennadi Kobam is a very beautifully portrayed Gen Z love story. It's a very neatly made love story with a lot of fun, emotions, drama எல்லாமே சேர்ந்த மாதிரி இருக்கும். ஸோ இது ஒரு பர்டிகுலர் ஜெனரேஷனுக்கு மட்டும் இல்லாமல் எல்லா ஜெனரேஷனாலையுமே ரிலேட் பண்ணிக்கக்கூடிய ஒரு படமாக இருக்கும். ஸோ ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலியோடு எல்லாருமே கண்டிப்பாக போய் 21st of February பார்த்து என்ஜாய் பண்ணுங்கள். எங்கள் எல்லாருக்கும் சப்போர்ட் பண்ணுங்கள். தேங்க்யூ ஸோ மச்.